നമുക്കിന്ന് ചർച്ച ചെയ്യാൻ പോകേണ്ടത് 3 ടീമുകളെ കുറിച്ചാണ്. IPL ഇപ്പോൾ ഏറ്റവും അവസാനം നിൽക്കുന്ന 3 ടീമുകൾ. ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്, അതിന് താഴെയായി മുംബൈ ഇന്ത്യൻസ്, ഏറ്റവും താഴെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഇങ്ങനെ 3 ടീമാണ് ഇപ്പോൾ അടിവാരത്ത് നിൽക്കുന്നത്. ഈ 3 ടീമുകളുടെയും ട്രോഫി ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. 13 ട്രോഫി. 18-19 IPL സീസണിൽ കളിച്ചതിൽ 13 ട്രോഫിയും ഈ 3 ടീമുകൾ നേടിയിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ പ്രതാപം ഞാൻ പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇത്ര വലിയ ടീമുകളായിരുന്നിട്ടും എന്താണ് ഈ 3 ടീമിനും സംഭവിച്ചത്? ഇപ്പോൾ അവസാന 2-3 കൊല്ലമായിട്ട് തുടർച്ചയായി ഇവർക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല, കിരീടമില്ല. ഇതിലും ബെറ്റർ ചെന്നൈയാണ്. 2023 കിരീടം നേടിയിരുന്നു, 2 കൊല്ലം മുമ്പ്. പക്ഷേ വേറെ മുംബൈനെ സംബന്ധിച്ചാണെങ്കിലും കൊൽക്കത്തയാണെങ്കിലും ഒന്നും പിന്നെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. ഇപ്പം എന്തൊക്കെയാണ് ഈ 3 ടീമുകൾക്ക് സംഭവിച്ചത്? ഈ 3 ടീമുകൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചതെന്നാണ് ഫസ്റ്റ് കാര്യം എനിക്ക് തോന്നിയത്. ഞാൻ ഇപ്പോൾ പറയാം. ഈ 3 ടീമും അപ്ഡേറ്റഡ് ആവാൻ ഇത്തിരി ലേറ്റായി. ഇപ്പോഴത്തെ 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ആങ്കറിങ് റോൾ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അടിച്ച് തകർക്കുക, അവസാനിപ്പിക്കുക. ചിലപ്പോൾ 10 ബോളൊക്കെ ആവും ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മുടെ രജത് പട്ടിദാർ, വൈഭവ് സൂര്യവംശി, പുതിയ തലമുറ പിള്ളേരൊക്കെ 10 ബോൾ 15 ബോളൊക്കെ ഫേസ് ചെയ്യുള്ളൂ. അതിൽ തന്നെ അവർ 30-40 റൺ എടുക്കും. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 200 റൺ ഒരു ടീം ഫസ്റ്റ് ബാറ്റ് ചെയ്ത് എടുത്തു എന്ന് പറഞ്ഞാൽ കൺഫേം വിജയം അവരെ കയ്യിൽ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. 200 ഒന്നും പോരാ. ഇപ്പോൾ മിനിമം 230, 240 ജയിക്കാൻ വേണ്ട ഒരു സ്കോറായിട്ട് കാണുന്നത്. കാരണം ഒന്നാമത് ഫ്ലാറ്റ് പിച്ചസാണ് IPL ഫുള്ളും മാക്സിമം കൂടുതൽ ടീമുകൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റേതായ ബാറ്റ്സിംഗ് പവർ വരേണ്ടത് ഓരോ ടീമിന് അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ 3 ടീമും ലെഗസി നോക്കിയാണ് കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ടീമിനെ എടുത്തിരുന്നത്. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ രോഹിത് ശർമ്മ, എന്താ പറയുക, നമ്മുടെ സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ഇവരെ ഫോമൊന്നും നോക്കണില്ല. പഴയ ആ കളിക്കാരല്ല, 2015-16 കളിക്കാരായി വെച്ചിട്ട് തന്നെയാണ് അവർ നീങ്ങിയിരുന്നത്. ചെന്നൈയിനെടുത്താൽ അത് തന്നെ ധോണി, പിന്നെന്താ പറയുക, കഴിഞ്ഞ കൊല്ലമൊക്കെ എടുത്തിരുന്ന ട്രിപ്പാത്തി, വിജയ് ശങ്കർ, ഇങ്ങനെ ഒരു ലോഡ് റിച്ചൻ രവീന്ദ്ര, ഒരു ലോഡ് ODI പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവർക്ക് പറ്റിയത്. കൊൽക്കത്തയ്ക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊൽക്കത്തയ്ക്ക് ഒരു നേതൃനിര നഷ്ടപ്പെട്ടു. കൊൽക്കത്തയും അവസാനമായി കിരീടം നേടിയപ്പോൾ അവർ നല്ലൊരു ടീമായിരുന്നു 2024. പക്ഷെ അവിടെ നിന്ന് അവർക്കും തകർച്ച തുടങ്ങി. അവരുടെ തകർച്ചയിൽ എനിക്ക് തോന്നിയ 2 കാര്യങ്ങൾ നോട്ട് ചെയ്തു. ഒന്ന്, എല്ലാവരും പറഞ്ഞു അവർ ക്യാപ്റ്റൻ്റെ പവർ കൊണ്ടൊന്നല്ല ടീമിൻ്റെ പവർ കൊണ്ടാണ് അവർ ജയിക്കുന്നത്. പക്ഷെ അല്ല, ശ്രേയസ് അയ്യർ എന്നൊരു ക്യാപ്റ്റൻ്റെ അഭാവം കൊൽക്കത്ത ഇന്ന് ശരിക്കും തിരിച്ചറിയുന്നുണ്ട്. ശ്രേയസ് അയ്യർ ലഭിച്ച പഞ്ചാബ് ടൈപ്പ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി പോയി ഹാർദിക് പാണ്ഡ്യ വന്നു. അതുപോലെ ചെന്നൈ സൂപ്പർ കിങ്സിൽ ധോണി പോയി, ഋതുരാജ് ഗെയ്ക്വാദ് വന്നു. ഈ 3 ക്യാപ്റ്റൻസി മാറ്റവും ഈ 3 ടീമിനെയും ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട്. ഉറപ്പ് ഷുവറായിട്ട് ഞാൻ പറയുന്നു. അജിങ്ക്യ റഹാനെയൊക്കെ ഒരു ടെസ്റ്റ് പ്ലെയർ ആയിരുന്നു. ആക്ച്വലി ODI കളിക്കും പുള്ളിയൊക്കെ പിടിച്ച് 2020 ക്യാപ്റ്റനായി. പുള്ളിയെ 2 സീസണിൽ ചെന്നൈ കളിപ്പിച്ചിരുന്നു എന്നത് സത്യമാണ്. അതിലൊരു സീസൺ ചെന്നൈ കപ്പടിച്ചിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അന്ന് റഹാനെ ഉപയോഗിക്കാറിയുന്നൊരു മാസ്റ്റർ മൈൻഡ് ചെന്നൈയിലുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിലില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്, എൻ്റെ മെയിൻ കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഓരോ ടീമിൻ്റെയും പ്രശ്നങ്ങളിലേക്ക് കിടക്കാം, ഓരോ ടീമായിട്ട് കിടക്കാം. ആദ്യം നമുക്ക് മുംബൈ ഇന്ത്യൻസിൽ തന്നെ കിടക്കാം. ഇപ്പോൾ മുംബൈ തുടർച്ചയായി 4 മത്സരങ്ങൾ തോറ്റി നിൽക്കുക. എന്താണ് അവർക്ക് സംഭവിച്ചത്? നമുക്കൊന്ന് നോക്കാം. മുംബൈക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസി ചേഞ്ച് വല്ലാണ്ട് ഫാൻ ബേസിനെ വരെ തകർത്തു. മുംബൈയെ എത്ര മില്യൺ ഫോളോവേഴ്സ് അൺഫോളോ ചെയ്തു പോയി ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി പെട്ടെന്ന് എടുത്ത് മാറ്റിയപ്പോൾ. അത് ടീമിനെ തന്നെ മൊത്തത്തിൽ ബാധിച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പോയിന്റ്, ഓരോ ടീമിനും അവരുടെ കോർ പ്ലെയേഴ്സും അവരുടെ എന്താ പറയുക ഒരു നിലനിർത്തിയിരുന്നെങ്കിലും അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ബോണ്ടിങ് മുംബൈ ഇന്ത്യൻസിലില്ല. മുമ്പ് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ. ഇപ്പം അതില്ല. പ്ലെയേഴ്സൊക്കെ സെയിം തന്നെയാണ് ഒരുവിധം, പക്ഷേ ആ ഒരു ഒത്തൊരുമ കാണാൻ പറ്റുന്നില്ല. ഹാർദിക് പാണ്ഡ്യയ്ക്ക് അവരെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നാമത് ടീം 2 ആയിട്ട് തിരിഞ്ഞ പോലെ, ചേരിയായി തിരിഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ബൂമറയുടെ ഫോമില്ലായ്മയൊക്കെയാണ് ഈ സീസണിൽ അവരെ ബാധിക്കുന്നത്. കഴിഞ്ഞ സീസണിലും അവരെ ബാധിച്ചിരുന്നു. ഈ സീസണിൽ അവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല ഇന്ത്യൻ സ്പിന്നർ അവർക്ക് പോലില്ല. മുമ്പ് ഹർഭജനൊക്കെ ചെയ്തിരുന്ന ഒരു റോളുണ്ടായിരുന്നു, അത് ചെയ്യാനിപ്പോൾ ആളില്ല. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് ഒക്കെ ഇപ്പോൾ മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെയും തുടർച്ചയായി അദ്ദേഹത്തെയൊക്കെ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ
കഷ്ടം തന്നെ തോന്നുന്നു. അതുപോലെ പഴയ ആയുധങ്ങൾ വലിയ മൂർച്ചയുള്ള ആയുധങ്ങളാണെന്ന് പറഞ്ഞ് ഈ കൊല്ലം കൊണ്ടുവന്ന ദീപക് ചഹർ, ഷാർദുൽ ഠാക്കൂർ, ട്രെൻറ്റ് ബോൾട്ട് 3 പേരും അമ്പേ പരാജയം. അതോടുകൂടി തന്നെ മുംബൈയിലെ പേസ് നിരയുടെ കാര്യം ഒരു വിധ തീരുമാനം. ഇത് തന്നെയാണ് അവരെ ബാധിക്കുന്ന കാര്യം. അപ്പോൾ മുംബൈയിലെ പ്രശ്നങ്ങൾ എവിടെയാണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും സാമാന്യം മനസ്സിലാക്കാവുന്നുള്ളൂ. ബോളിങ്ങിൽ തന്നെയാണ് അവരുടെ മെയിൻ പ്രശ്നം. ബാറ്റിങ്ങിൽ പഴയ താരങ്ങൾ ഫോം ആവുന്നില്ല എന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മുംബൈയിലെ പ്രശ്നങ്ങൾ. പിന്നെ ഒരു ഓൾറൗണ്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരു കമ്പൈൻഡ് 11 ഇതുവരെ കണ്ടുപിടിക്കാൻ മുംബൈ ഇന്ത്യൻസിന് പറ്റിയിട്ടില്ല. അവിടെയും മുംബൈ ഇന്ത്യൻസ് തോറ്റിരിക്കുന്നു. ഇനി നമ്മളടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ്. 5 കിരീടം നേടിയ മറ്റൊരു ടീം. അവർക്ക് പതനം എവിടെയാണ് തുടങ്ങിയത്? ധോണിയിൽ നിന്ന് ക്യാപ്റ്റൻസി ഏറ്റുവാങ്ങിയ ഋതുരാജ്, അവിടെ തുടങ്ങുന്നു ആദ്യ പതനം. ക്യാപ്റ്റൻസി കൊണ്ടുനടക്കാൻ ഋതുരാജിനെ പറ്റുന്നുണ്ടോ? പ്രഷറായി ഋതുരാജിന് ക്യാപ്റ്റൻസി വന്നോളൂ. പിന്നെ കഴിഞ്ഞ സീസൺ പുള്ളിക്ക് പരിക്ക് കാരണം കുറേ മത്സരങ്ങൾ നഷ്ടപ്പെട്ടു. ആകെ 2 മത്സരമാണ് പുള്ളി കളിച്ചത്. പിന്നെ ആ ടീമിനെ സംബന്ധിച്ച് പഴയ ആൾക്കാരെ നിലനിർത്തി കഴിഞ്ഞ സീസൺ അമ്പേ പരാജയപ്പെട്ടപ്പോൾ ഹാഫായപ്പോൾ പുതിയ പിള്ളേരെ ഇറക്കി ചെന്നൈ അവിടെ ഇത്തിരിയെങ്കിലും ലേശം അപ്ഡേറ്റഡായി. അതിൻ്റെ ഗുണം അവർക്ക് ഈ സീസണിൽ കിട്ടിത്തുടങ്ങി. ആയുഷ് മാത്രേ, ഡെവാൾഡ് ബ്രേവിസ്, ഇവരെല്ലാം റീപ്ലേസ്മെൻ്റായി വന്ന പ്ലേയേഴ്സാണ്. ഉർവിൽ പട്ടേൽ, ഇവരെല്ലാം. അപ്പോൾ ഈ വട്ടത്തെ ചെന്നൈ ടീം ഇപ്പോൾ 2 കളി അവസാന മത്സരം ജയിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെന്നൈക്ക് ഇപ്പോൾ ഒരു വിന്നിങ് ഫോർമുല ലഭിച്ചിട്ടുണ്ട് എന്നതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം. അവർക്ക് തിരിച്ചു വരാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ അവരുടെ കോമ്പിനേഷൻ അവർ കണ്ടെത്തി. അവിടെയാണ് അവരുടെ സക്സസ്. പിന്നെ അവർക്ക് എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു പേസ് അറ്റാക്ക്. ഇപ്പോൾ ഫോറിൻ ബൗളർ ഒരു പേസ് അറ്റാക്ക് അവർക്ക് ഇല്ല. ഇപ്പോൾ പണ്ടൊക്കെ ബോളിഞ്ചർ അവരൊക്കെ ചെയ്തിരുന്ന ആൽബി മോർക്കൽ, ഇങ്ങനെ DJ ബ്രാവോ, ഇവരൊക്കെ കൊണ്ടുവന്നിരുന്ന ഒരു ചെന്നൈ, ആ ഒരു മിസ്സിങ് ഇപ്പം വല്ലാണ്ട് ചെന്നൈനെ അലട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പണ്ട് ഇന്ത്യൻ സ്പിന്നേഴ്സിനെ വെച്ച് നിറഞ്ഞാടിയിരുന്ന ഒരു ടീമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ്. ഒരു കാലത്ത് അശ്വിൻ, ജഡേജ, ഹർഭജൻ, പീയൂഷ് ചൗള ഇവരെല്ലാവരും വെച്ച് കളിച്ചിരുന്നു. ഇപ്പം അങ്ങനെയാണ് അവസ്ഥ. ഇപ്പോൾ 2 ഫോറിൻ സ്പിന്നേഴ്സിനെ വെച്ചിട്ടാണ് ചെന്നൈ നീങ്ങുന്നത്, അക്കീൽ ഹുസൈൻ, നൂർ അഹമ്മദ്. പിന്നെ ഏറ്റവും ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്ത് ചെന്നൈയുടെ പതനത്തിൽ, പണ്ട് ചെന്നൈയിലെ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്റ് ചെയ്തൊരു സ്കോർ എടുത്തു കഴിഞ്ഞാൽ 2ാം ഇന്നിംഗ് സംഭവിക്കും, ടേണിന് അനുകൂലമായി പിച്ച് മാറും. പിന്നെ ചെന്നൈ എന്താ പറയുക, നമ്മൾ സ്പിന്നേഴ്സിനെ വെച്ച് കളി തിരിച്ചു പിടിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. എത്രയോ കൊല്ലം അവർ കൊണ്ടുവന്നിരുന്ന സ്റ്റൈൽ. ഇപ്പം അതൊക്കെ മാറി. ഒന്നാമത് ഇപ്പോൾ ബാറ്റ്സ്മാൻമാരുടെ ആങ്കറിങ് റോൾ ഇതെല്ലാം അവർ അടിച്ച് കളി ശൈലിയിലേക്ക് മാറിയോടുകൂടി തന്നെ ഒന്നാമത്തെ അവിടെ നമുക്ക് ചെന്നൈക്ക് അവിടുത്തെ മിസ് ചെയ്തു ആ കാര്യങ്ങളെല്ലാം. പിന്നെ നല്ല സ്പിന്നേഴ്സ് ഇല്ല, പിന്നെ പിച്ചും ചേഞ്ച് ആയി ചെന്നൈ ചപ്പോക്കത്തെ. അപ്പോൾ ഇതെല്ലാമാണ് ചെന്നൈയിലെ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. ഇനി 3ാമത്തെ ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, 3 വട്ടത്തെ ചാമ്പ്യന്മാർ. അവർക്ക് സംഭവിച്ച മറ്റൊന്നല്ല, ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസി. ഏറ്റവും വലിയ പ്രശ്നം സംഭവിച്ചത് ക്യാപ്റ്റൻസി. ശ്രേയസ് അയ്യരെ പുറത്താക്കി, അതുപോലെ മെൻറ്ററായിരുന്ന ഗൗതം ഗംഭീറിനെ പുറത്താക്കി. ശ്രേയസ് അയ്യർക്ക് പകരം അവർ ക്യാപ്റ്റൻസി കൊടുത്തത് അജിങ്ക്യ രഹാനെ. പുള്ളി 2ാം സീസണിലും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നും പറയാനില്ല അധികം പുള്ളിയെ കുറിച്ച്. ടീമിൽ മെയിൻ ഘടകമായിരുന്ന ആൻഡ്രൂ റസൽ ഇവരെല്ലാം വിരമിച്ചു പോയി. അവിടെ ഒരു പ്രശ്നം നേരിട്ടുണ്ട്. പിന്നെ സുനിൽ നരേനെ ഏത് റോളാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും അവർക്ക് തീരുമാനിച്ചിട്ടില്ല. ഒരു കളി 4ാമത് ഇറക്കി, ഒരു കളി 5ാമത് ഇറക്കി, ഒരു കളി 2ാമത് ഇറക്കി, ഒരു കളി ഓപ്പണിങ് ഇറക്കി. ഇപ്പോൾ എവിടേക്കാണ് ഇറക്കണതെന്നൊരു പിടിപാടില്ല. അപ്പോൾ അതുപോലെ പിന്നെന്താ പറയുക, അവരെ ബൗളിംഗ് നിരയിൽ മെയിൻ ബൗളേഴ്സ് എല്ലാം പരിക്കിൻ്റെ പിടിയിലും പല റീസൺസ് കൊണ്ട് അവർക്ക് നഷ്ടമായി. അത് വലിയൊരു റീസണാണ്. മുസ്തഫിസുർ റഹ്മാനൊക്കെ അവർ കോടികൾ കൊടുത്തിരുത്തിരുന്നത്, മദീഷ, പതിനാന, ഇവരൊന്നും പരിക്കമായ കാരണം പതിനാനൻ അവൈലബിൾ അല്ല ഇതുവരെ. മുസ്തഫിസുറിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യാന്തര പ്രശ്നങ്ങൾ മൂലം ബംഗ്ലാദേശായിട്ടുള്ള കുറച്ച് ഇഷ്യൂ കാരണം പുള്ളിക്കും വരാൻ പറ്റില്ല. അപ്പോൾ അവിടെ തന്നെ അവർക്ക് പ്രശ്നങ്ങളാണ്. പിന്നെ അവരുടെ മെയിൻ ഒരു ഓൾറൗണ്ടറായ മെയിൻ ബൗളറായ ഹർഷിത് റാണ പരിക്ക് പറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൊത്തം പരിക്കിൻ്റെ പിടിയിലാണ് അവർ. അതൊക്കെയാണ് അവരെ ബാധിക്കുന്നത്. പിന്നെ റിങ്കു സിംഗ് ഒട്ടും ഫോമിലല്ല. ആകെ അവരിൽ മര്യാദയ്ക്ക് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന രഘുവംശി മാത്രമാണ്. ബാക്കി എല്ലാ പ്ലേയേഴ്സും മൊത്തത്തിൽ ഫ്ലോപ്പാണ്. പിന്നെ റോമാൻ പവലൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും പഴയ ഒരു സ്ട്രൈക്ക് റേറ്റ് ഒന്നും പുള്ളിക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ കൊൽക്കത്ത നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ല, നമുക്ക് വിശ്വസിക്കാം ഈ 3 ടീമുകൾ തിരിച്ചു വരുമെന്ന്. കാരണം ഇവരൊക്കെ ഉണ്ടെങ്കിലാണ് IPL ഒന്ന് കൊഴുക്കുള്ളൂ. ഇപ്പോൾ കുറേ പുതിയ രാജാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്, കുറേ പുതിയ ടീമുകൾ. പക്ഷെ അവർക്കൊന്നും അറിയാത്തൊരു കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും വിന്നിങ് മൊമെൻ്റ് തിരിച്ച് കിട്ടിയാൽ ഈ 3 ടീമിനെയും ഭയക്കണം. ടോപ്പ് 4ൽ ഇവർ എത്തിയാൽ മറ്റ് 3 ടീമുകൾ ഇവരെ ഭയക്കേണ്ടിയിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ടീമുകൾ പ്ലേ ഓഫ് കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വട്ടം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാം. അപ്പോൾ 3 ടീമുകൾക്കും വിജയാശംസകൾ.